നമസ്കാരം. ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് വിഷയം വീണ്ടും കീറാമുട്ടിയാകുന്നു. അവശേഷിക്കുന്ന ഒരു സീറ്റിനായി CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും പിന്നാലെ അവകാശവാദവുമായി NCPയും രംഗത്ത് വന്നു. അടുത്ത LDF യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് NCP നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രൻ പറഞ്ഞു. മുന്നണിയിലെ ഏതു പാർട്ടിയെപ്പോലെ NCPക്കും സീറ്റിന് അവകാശമുണ്ട്. ഇക്കാര്യം അടുത്ത യോഗത്തിൽ അറിയിക്കും. മുന്നണിയിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം അംഗീകരിച്ച് മുന്നോട്ടു പോകും. സീറ്റ് കിട്ടിയാൽ PC ചാക്കോയെ മത്സരിപ്പിക്കാനാണ് നീക്കമെങ്കിലും ഇക്കാര്യത്തിൽ സീറ്റിൽ ധാരണയായ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്ന് ജോസ് കെ മാണിക്ക് തന്നെ നൽകണം എന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. CPIയും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സീറ്റ് ആവശ്യപ്പെട്ട് RJD ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് RJD പരസ്യമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു. അനുനയിപ്പിക്കാൻ മാർച്ചിൽ CPM RJDയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് വേണം എന്ന് RJD ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്ന് CPM ഉഭയകക്ഷി ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നു എന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. മന്ത്രിസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമില്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ വിഷമമാണെന്നും വർഗീസ് ജോർജ് മുന്നറിയിപ്പ് നൽകുന്നു. മൂന്ന് കക്ഷികൾ ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും CPM ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. CPM നേതാവ് എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാംഗത്വ കാലാവധിയാണ് ജൂലൈ 1 അവസാനിക്കുന്നത്. ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 ഇടതുമുന്നണിക്ക് ജയിക്കാവുന്നത്. ഒന്ന് CPMന്റേതാണ്. അവശേഷിക്കുന്ന സീറ്റിനായിട്ടാണ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും പിന്നാലെ RJDയും NCPയും രംഗത്ത് എത്തിയിരിക്കുന്നത്. ജോസ് കെ മാണി വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നിലയിൽ തുടർന്നാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ജോസ് കെ മാണി അപ്രത്യക്ഷനായേക്കാം. കാരണം അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അടുത്ത മാസം അവസാനിക്കുകയാണ്. തുടർ സ്ഥാനത്തേക്ക് ഇടതുമുന്നണി ജോസ് കെ മാണിയെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു മന്ത്രിയെയും ബാക്കി MLAമാരെയും കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഒതുങ്ങേണ്ടി വരും. പാർട്ടിക്കാകെയുള്ള കോട്ടയം ലോക്സഭാ സീറ്റിൽ തോമസ് ചാഴികാടനെ തന്നെയാണ് ഇക്കുറിയും ഇറക്കിയിരിക്കുന്നത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥികളായി UDFൽ നിന്ന് ഫ്രാൻസിസ് ജോർജും NDAയിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയും എത്തിയതോടെ തോമസ് ചാഴികാടന്റെ വിജയ സാധ്യത മങ്ങിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന കൂടുതൽ സർവേ ഫലങ്ങളിലും തോമസ് ചാഴികാടന് തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് തോമസ് ചാഴികാടന് തോൽവിയാണ് വിധിച്ചിരിക്കുന്നത് എങ്കിൽ മറ്റ് MLAമാരുള്ള പത്തനംതിട്ട, മാലിക്കര, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നതിന് ജോസ് കെ മാണിക്ക് തടസ്സവുമാകും. സീറ്റ് ലഭിക്കാതെ വന്നാൽ രാഷ്ട്രീയ വനവാസമായിരിക്കും ജോസ് കെ മാണിക്കുണ്ടാകാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിനിലേക്ക് പാർട്ടിയുടെ അധികാരം കേന്ദ്രീകരിക്കുകയും KM മാണിയുടെ മകൻ എന്ന പദവിയിൽ മാത്രം ജോസിന് ഇരിക്കേണ്ടി വരും. ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ ജോസ് കെ മാണി വിഭാഗം നിൽക്കുന്നുണ്ട്. UDF വിട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നുവെന്നും അത് നൽകണമെന്ന് ഇടതുമുന്നണിയിൽ ശക്തമായി വാദിക്കാനും കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. സീറ്റ് വേണമെന്ന നിലപാട് ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കുമെങ്കിലും ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കില്ല എന്ന നിലപാടാണ് ജോസ് കെ മാണി വിഭാഗം എടുത്തിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ട്. തുടർ ഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റമാണെന്നും അതിനാൽ രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട് എന്നുമാണ് ജോസ് കെ മാണിയുടെ വാദം.